ട്രംപും ഇസ്രായേലും വിചാരിച്ചിട്ടുള്ള പദ്ധതികൾ അതിൻ്റെ പാതി വഴിയിൽ പോലും അവർക്ക് പാതി വഴിയിൽ പ്രവേശിക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ എൻറിച്ച്ഡ് യുറേനിയം 450 കിലോ 450 കിലോ ആണോ ഗ്രാമാണ് കിലോ ആണെന്ന് തോന്നുന്നു കിലോ ആണുള്ളത്. അത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാൻ പറയുന്നത് ആ പരിപാടി നടക്കില്ല, നമ്മുടെ ഇറാനിയൻ ടെറിട്ടറിക്ക് പുറത്തേക്ക് അത് കൊണ്ടുപോകില്ല. ഇനി അഥവാ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം, ഒരു ന്യൂട്രൽ തേർഡ് കൺട്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇത് റഷ്യ ഒരു ഖത്തർ എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ചത്. അത് തന്നെ അവർ അനുവദിക്കും. അവർ പറയുന്നത് വെച്ചാൽ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഡൗൺ ബ്ലെൻഡിങ് നടത്താം, എൻറിച്ച്ഡ് യുറേനിയത്തെ ഡൗൺ ബ്ലെൻഡ് ചെയ്യാം, അതിൻ്റെ വീര്യം കുറക്കാം, എൻറിച്ച്മെൻറ്റിൻ്റെ വീര്യം കുറക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രപ്പോസലിൽ ഇതിങ്ങനെ ഉടക്കി നിൽക്കുകയാണ്. അതിൽ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ യുറേനിയത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്കൊരു 60 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും, സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്യാം, ഈ പറയുന്ന ആദ്യത്തെ 3-4 പോയിൻറ്റുകൾ നടപ്പിലാക്കാം, യുറേനിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫെർദർ ടോക്കിലേക്ക് കടക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിപ്പോൾ ക്ലോസ് ചെയ്യാം എന്നുള്ളതാണ്. അതിലേക്ക് ഈ സാധനം ഏതാണ്ട് എത്താൻ നോക്കുന്നു കരുതുമ്പോഴാണ് ഈ ബോംബ് വന്ന് വീഴുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇറാൻ നിശ്ചയമായിട്ട് അപ്പർ ഹാൻഡ് വരികയാണ് ചെയ്യുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചത് വലിയ നിലക്കുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് അത് കളമൊരുക്കും. സൈക്കോളജിക്കലായുള്ള വലിയൊരു അപ്പർ ഹാൻഡ് അവർക്ക് ലഭിക്കാൻ പോവുകയാണ്. അത് സ്വാഭാവികം ഈ ഇസ്രായേലി മാധ്യമങ്ങൾ ഇത് സമ്പൂർണ്ണമായ പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹുവിനെ പരിഹസിച്ചുകൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടൊക്കെ എഡിറ്റോറിയലൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്ത് തന്നെയാണ്, ഇപ്പോൾ ഇന്നലെ സാമാന്യം ദീർഘമായൊരു കുറിപ്പ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ ഇട്ടിട്ടുണ്ട്. എന്താണ്, ദിസ് വുഡ് ബി ഓൺലി എ ഗ്രേറ്റ് ഡീൽ ഫോർ എവരി വൺ ഓർ എ നോ ഡീൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഈ ഡീൽ നടപ്പിലാകുന്നതിനെ തുടർന്ന് ഇതിൽ പങ്കാളികളായുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് അബ്രഹാം അക്കോർഡിൽ ഒപ്പിടണമെന്നും ആവശ്യപ്പെടുന്നത് അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. പക്ഷേ അത് തൽക്കാലം എനിക്കൊന്ന് ഇസ്രായേലിനെ ഒന്ന് പാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ളൊരു പോയിൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഖത്തർ, പാകിസ്ഥാൻ ഇസ്രായേലുമായിട്ട് അബ്രഹാം അക്കോർഡിൽ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആ നിമിഷം അമരും, ഒരു സംശയം അതിനകത്തില്ല. ഖത്തറിന് ഒരു ഘട്ടത്തിലും ഇസ്രായേലുമായിട്ടൊരു അബ്രഹാം അക്കോർഡ് ഒപ്പിടാൻ സാധിച്ചുകൊള്ളുന്നില്ല. സൗദി അറേബ്യയുടെ കാര്യത്തിൽ സൗദി അറേബ്യ നേരത്തെ ഇത്തരം ചർച്ചകൾ വന്നപ്പോഴും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ പലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ ഞങ്ങൾ ആ പണിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ട്രംപും ഇസ്രായേലും വിചാരിച്ചിട്ടുള്ള പദ്ധതികൾ അതിൻ്റെ പാതി വഴിയിൽ പ്രവേശിക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.